വെൽക്കം ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് HSA ഇംഗ്ലീഷ് എക്സാമിന്റെ ഫൈനൽ ലാബ് 120 ഡേയ്സിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 120 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ളത്. ഈ 120 ഡേയ്സ് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി മാത്രമായിരിക്കും HSA ഇംഗ്ലീഷ് എക്സാമിന് ഓരോ ജില്ലയിലും ടോപ്പ് 10 വരിക എന്നുകൂടി ഓർമ്മിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇനി നിങ്ങളുടെ പഠനം നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെയും ടൈം ഇപ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, സ്ട്രെങ്ത് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനൊക്കെയുള്ള ഒരു സമയം ഇപ്പോഴാണ്. ഇനി 120 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് എക്സാമിന്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും. വിരലിൽ എണ്ണാവുന്ന 10-20 ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് കിട്ടുക. അത് നിങ്ങൾ മാക്സിമം ടെസ്റ്റ് പ്രാക്ടീസിനും ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഈ 120 ഡേയ്സ് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് റംസാൻ ഓഫർ ആയിട്ട് നമ്മൾ 2 സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട്. HSA ഇംഗ്ലീഷ് എലൈറ്റ് ബാച്ചസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന 2 സ്റ്റുഡൻസിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഒരു MEH അതായത് മീരാസ് ഇംഗ്ലീഷ് ഹബിലെ സ്റ്റുഡന്റിന്റെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡന്റിന് അടുത്ത ദിവസം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് 1 രൂപ പോലും മുടക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു കാര്യം എത്തിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഫൈനൽ ലാബ് 120 ഡേയ്സ് ആണ് അല്ലെ, 120 ദിവസങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ 120 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലെ, ഈ 4 മാസമാണ്. ഇതാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇതില് ഈ ഏപ്രിൽ, മെയ് എന്ന് പറയുമ്പോൾ വെക്കേഷൻ ആണ് അല്ലെ. അപ്പൊ വെക്കേഷൻ എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2 മാസം മാക്സിമം കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് കോർ ഏരിയാസ് മനസ്സിലാക്കി പഠിച്ചു പോവാനായിട്ട് ശ്രമിക്കുക. ഈ കോർ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയാസ്, അതായത് ഇപ്പോൾ ജനറൽ പേപ്പറിലോട്ടൊന്നും നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ട എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ലിറ്ററേച്ചറിന്റെ 1, 2, 3 എന്ന് പറയുന്ന മോഡ്യൂൾ മാക്സിമം നിങ്ങൾ കവർ ചെയ്യൂ. അതിൽ നിന്ന് 40 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു 38 എങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ ഏരിയ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഏപ്രിൽ, മെയ്യിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മോഡ്യൂൾ 8 എന്ന് പറയുന്നത്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് മോഡ്യൂൾ 8. അവിടെ ഈ 3 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ 38 ആയി, 38ഉം 3 അല്ലെ, ആ 3 മാർക്ക് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു മോഡ്യൂൾ നിങ്ങൾ കവർ ചെയ്യുക. അപ്പൊ മോഡ്യൂൾ 1, 2, 3 നിങ്ങൾ കവർ ചെയ്തു, കൂടാതെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് കവർ ചെയ്തു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ലിംഗ്വിസ്റ്റിക്സ് ആയിരിക്കും. കാരണം ലിറ്റററി ക്രിറ്റിസിസത്തിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്തിനു കൊടുക്കണം? ലിംഗ്വിസ്റ്റിക്സിന് കൊടുക്കുക. ലിംഗ്വിസ്റ്റിക്സിൽ നിന്നാണ് നമ്മൾക്കൊരു 5 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. അതിൽ 1 മാർക്ക് ട്രാൻസ്ക്രിപ്ഷൻ ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ, ഈ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ അതൊക്കെ ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഏരിയ കവർ ചെയ്ത് എടുക്കാനും അതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ലോങ് വേർഡ്സും ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ക്രിസ്പി ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അവിടെ നിങ്ങൾക്ക് 5 മാർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര മോഡ്യൂൾസ് കവർ ചെയ്തു? അതായത് 3, 1, 2, 3 ആദ്യത്തെ 3 മോഡ്യൂൾസ് പോയട്രി, പ്രോസ്, ഡ്രാമ, കൂടാതെ നമ്മളുടെ
ഈ പോയട്രി പ്രോസ് ഡ്രാമക്ക് മൂന്നിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം പോയട്രിയിൽ 23 പോംസ് ഉണ്ട്, നമ്മളുടെ ഡ്രാമയിൽ 10 എണ്ണം, അതുപോലെ തന്നെ നമ്മളുടെ പ്രോസിലും 10 എണ്ണമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഇത്രയും മാർക്സ്, അതായത് 8 46 അല്ലെ, 46 മാർക്സ്. 46 എന്ന് പറയുമ്പോൾ നമ്മളുടെ 50% അല്ലെ, പകുതി നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി എന്നതാണ് ഇതിനകത്ത് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് 2 മാസം കൂടിയുണ്ട് അല്ലെ. 2 മാസം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 2 മാസം ജൂണും ജൂലൈയും ഉണ്ട്. അപ്പൊ ഈ ജൂണും ജൂലൈയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി മോഡ്യൂൾസ് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജനറൽ പേപ്പർ നിങ്ങൾ പഠിച്ചത് തന്നെ പിന്നെയും പിന്നെയും പഠിച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഏപ്രിൽ മെയ് ഈ പറയുന്ന 1 2 3 അത് കഴിയുമ്പോൾ ഞാൻ 5 ആണ് പറഞ്ഞത് കേട്ടോ, 5ഉം 8ഉം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രാമറിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഗ്രാമറിന്റെ പ്രാക്ടീസ് ഇന്റൻസീവ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി ഈ ഗ്രാമർ ഒക്കെ പഠിച്ച് നമ്മൾ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. പുതിയ പുതിയ ചോദ്യങ്ങളെ നിങ്ങൾ പരിചയപ്പെടുക, പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ പരിചയപ്പെടുക, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. ഓക്കെ, അതിനുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ലിറ്റററി ക്രിറ്റിസിസം നമ്മൾ പറഞ്ഞു, രസ തിയറി എന്നൊരു ചോദ്യം ഉറപ്പാണ്, പോയറ്റിക്സിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്, വേർഡ്സ്വർത്ത് അല്ലെങ്കിൽ കോളറിഡ്ജ് ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഒരു ചോദ്യം ഉറപ്പായിട്ടും കിട്ടും. ഒരു ടേം, ആ ടേം എന്ന് പറയുന്നത് മോഡേണിസം അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ചിലപ്പോൾ സൊഷോർ ചോദിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇതൊക്കെയാണ് കോർ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിറ്റിസിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാതെ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ ജൂൺ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്രാമർ ഓൾറെഡി നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഈ ഒരു ക്രിറ്റിസിസത്തിൽ മാത്രം കുറച്ച് ഫോക്കസ് കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ റിവിഷനും ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, റിവിഷൻ ചെയ്ത് പോകാം. പിന്നെ ജനറൽ പേപ്പർ ആണ്. ഈ ജനറൽ പേപ്പറിലും ഞാൻ പറഞ്ഞിരുന്നു, അതായത് ടീച്ചിങ് മെത്തഡോളജിയിൽ നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ കേരള റിനൈസൻസ്, സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് അല്ലെ, കറന്റ് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനി അതിൽ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല, വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. കേരള റിനൈസൻസിന് ആ ഒരു നോർമൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ചത്തുകുത്തിയിരുന്ന് പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അത് കാര്യം മനസ്സിലാക്കി എന്തൊക്കെ ഈ അവാർഡ്സും സ്പോർട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളത്. ലിറ്റററി അവാർഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല, പഠിക്കുക. പക്ഷേ ഒരുപാട് ഡെപ്തിലോട്ട് പഠിച്ചു പോവേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ ടീച്ചിങ് മെത്തഡോളജിയിൽ പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ LP UP ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഈ ടീച്ചിങ് മെത്തഡോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരതിനെ സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. സൈക്കോളജിയുടെ ഒരു വലിയ സിലബസ് ആണ് അവരുടെ മുന്നിൽ കാണുന്നത്. അങ്ങനെയല്ല അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ടീച്ചിങ് മെത്തഡോളജി എന്ന് ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ആസ് എ ടീച്ചർ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു 2 ക്വസ്റ്റ്യന് വരെ ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 2 ക്വസ്റ്റ്യൻ വരെ ഒന്നും പഠിച്ചില്ല എങ്കിൽ പോലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കോർ ഏരിയാസ് ഉണ്ട്, അത് അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഈ ജൂണും ജൂലൈയും അങ്ങനെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് റിവിഷൻ കൊണ്ടുപോകണം എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ 120 ഡേയ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ല, അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ പിന്നെ നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആകും. ഇതാണ് നമ്മളുടെ എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എക്സാം പറഞ്ഞിട്ടുള്ള മാസങ്ങളാണ്. ഓഗസ്റ്റിലാവാം, സെപ്റ്റംബറിലാവാം, അല്ലെങ്കിൽ ഒക്ടോബറിലാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ഈ 120 ഡേയ്സ് കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ 120 ഡേയ്സിന് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക മാത്രമല്ല, നിങ്ങൾ റിവിഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോണ്ടന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടും
ഒരു കാര്യവുമില്ല. എത്ര റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ 20 മണിക്കൂർ എടുത്തിട്ട് പഠിച്ചു, 20 മണിക്കൂറിന്റെ വീഡിയോ ലെക്ചർ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങൾക്ക് എക്സാമിന് ഒരു യൂസും ചെയ്യാൻ പോകുന്നില്ല. റിവൈസ് ചെയ്യൂ. ഒരു 10 മിനിറ്റിന്റെ യൂട്യൂബ് വീഡിയോ ആണ് സപ്പോസ് നിങ്ങൾ കണ്ടതെങ്കിൽ പോലും ആ ടോപ്പിക്ക് നിങ്ങൾ 5 പ്രാവശ്യം റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ നൽകാനായിട്ട് പറ്റും. അപ്പോൾ എന്താണോ ഈ എക്സാമിന് വേണ്ടത് അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഒക്ടോബറിനൊന്നും ഇനി വലിയ താമസമില്ല. നമ്മൾ കണ്ണടച്ച് തുറക്കും മുൻപേ ഈ മാസങ്ങൾ നമ്മളുടെ മുന്നിൽ എത്തുന്നതാണ് അല്ലേ. 120 ഡേയ്സ് എന്ന് പറയുന്നത് ഈ ഡേയ്സ് പെട്ടെന്ന് തന്നെ നമ്മളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരുപാട് കുട്ടികളുടെ സംശയമാണ്, സിലബസ് വരുമോ, സിലബസ് മാറുമോ, സിലബസ് എന്ന് വരും എന്ന് സംശയം കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഈ സിലബസിനെ കുറിച്ച് ആൻഷ്യസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, മാർച്ചില് ജൂണിന്റെ കലണ്ടർ വന്നു. അപ്പൊ ഏപ്രിലില് നമ്മൾക്ക് ജൂലൈയിലെ കലണ്ടർ പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ മെയ്യിൽ ഓഗസ്റ്റിലെ കലണ്ടർ വരുന്നു, ജൂണില് സെപ്റ്റംബറിലെ കലണ്ടർ, ജൂലൈയില് ഒക്ടോബറിലെ കലണ്ടർ. അപ്പൊ ഓഗസ്റ്റിലാണ് സപ്പോസ് എക്സാം എങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് ജൂണും ജൂലൈയും ആണ്, 60 ദിവസങ്ങളാണ്. ഇനി സെപ്റ്റംബറിലാണ് എക്സാം എങ്കിലും നമ്മൾക്ക് കിട്ടുന്നത് ജൂലൈയും ഓഗസ്റ്റുമാണ് അല്ലെ. ജൂലൈയും ഓഗസ്റ്റും ആയിരിക്കും ഈ സിലബസ് വന്നതിന് ശേഷം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിലബസ് ചേഞ്ച് ആയാലും ഇല്ലെങ്കിലും നമ്മളുടെ കൺഫർമേഷൻ ആ ഒരു കലണ്ടർ വരുമ്പോൾ സിലബസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടുക. സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു 60 ദിവസമാണ് നമുക്ക് കിട്ടുക. അപ്പൊ പഴയ സിലബസ് ആണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. പഴയ സിലബസ് വളരെ ഹാപ്പി. പക്ഷെ അവിടെയും ഒരു കാര്യം പറയാനുണ്ട്, ഈ സിലബസ് 2015 ഓൺവേർഡ്സ് കറങ്ങി നടക്കുന്ന ഒരു സിലബസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിച്ചു പഴകിയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ സിലബസ് മാറുവാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഒരു ആസ്പിറന്റിന്റെ ഭാഗത്തിന് അഡ്വാൻറ്റേജ് ആണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി സിലബസ് മാറില്ല എങ്കിൽ ചില ആൾക്കാർക്ക് അത് കാര്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കാം, പക്ഷെ കോമ്പറ്റീഷൻ ഇത്തിരി ഹൈ ആയിരിക്കും. അപ്പോൾ ഈ സിലബസ് മാറുന്നെങ്കിൽ പോലും നമുക്ക് കിട്ടുക 60 ഡേയ്സ് ആണ്. 60 ഡേയ്സിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, കംപ്ലീറ്റ് ആയിട്ടൊന്നും സിലബസ് മാറ്റി കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം ബേസിക് ക്വാളിഫിക്കേഷൻ ഈ ഒരു എക്സാമിന്റെ BA ഇംഗ്ലീഷ്, B.Ed പിന്നെ K3 ആണ് അല്ലെ. ഈ ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ ഡിഗ്രിക്കൊക്കെ എത്രത്തോളം ലിറ്ററേച്ചറിനെ അടുത്തറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. MA-ക്കൊക്കെ ചെല്ലുമ്പോഴാണ് ലിറ്ററേച്ചർ എന്താണ് അതിന്റെ ഡെപ്തിലൊക്കെ മനസ്സിലാക്കുന്നതും ഓരോ കാര്യങ്ങളും ഏജ് വൈസ് ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ BA ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു സിലബസ് മാറ്റമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ വളരെ ഡെപ്തില് പല കാര്യങ്ങളൊന്നും ഇവിടെ ഒരു കോളേജിയേറ്റ് ലെവലിലൊന്നും ഒരു സിലബസ് കൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാവില്ല. അതാണ് ഈ എക്സാമിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, സിലബസിൽ ഒരു 30% ചേഞ്ച് മാത്രമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഒരു 30% ചേഞ്ച് വരും. അതിൽ ഈ ഗ്രാമർ അതുപോലെ തന്നെ നിൽക്കും, അതിന് മാറ്റമില്ല. പിന്നീട് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് മോഡ്യൂൾ 8-ന് മാറ്റമില്ല, മോഡ്യൂൾ 8 മാറില്ല. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് മാറില്ല. നമ്മളുടെ പേപ്പർ ജനറൽ പേപ്പർ ഒക്കെ അതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. ജനറൽ പേപ്പർ 20 മാർക്കിന്റെ അതും മാറാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതൊക്കെ തന്നെ. ഇനി വേറെ ആഡ് ഓൺസ് ഒന്നും ഈ LDC-ക്കൊക്കെ ചോദിക്കുന്നത് പോലെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒന്നും സിലബസ് അവിടെ കൊണ്ട് തരില്ലല്ലോ. പിന്നെ മാറ്റം വരാൻ സാധ്യതയുള്ളത് ഏതാണ്, നമ്മുടെ ലിറ്ററേച്ചർ പാർട്ടിലാണ് അല്ലെ. ആ ലിറ്ററേച്ചറിലാണെങ്കിൽ നമ്മൾക്ക് സോണറ്റ്, ഇപ്പോൾ സോണറ്റ് മാറിയിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സോണറ്റ് 121 മാറി വേറൊരു സോണറ്റ് ആവാം. അതുപോലെ തന്നെ മാക്ബത്ത് മാറി, വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്ത് മാറി ഹാംലെറ്റ് ആവാം. ഇപ്പോ ഗിരീഷ് കർണാടിന്റെ ആണെങ്കിൽ നാഗമണ്ഡല മാറിയിട്ട് ഹയവദനെ ആവാം. അങ്ങനെയെങ്കിൽ തോമസ് ഗ്രേയുടെ എലിജി മാറുവോ? അല്ലെ, മാറില്ല. അതൊക്കെ സെയിം ആയിട്ട് തന്നെ നിൽക്കും. ടോണി മോറിസിന്റെ ബ്ലൂ വെസ്റ്റ് ഐക്ക് ഒരു മാറ്റവും വരില്ല. ഓസ്കർ വൈൽഡിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റിന് ഒരു മാറ്റവും വരില്ല. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സും അതുപോലെ തന്നെ നിൽക്കും. സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, സ്കൂൾ ഫോർ സ്കാൻഡൽ റിച്ചാർഡ് ഷെറിഡന്റെ, അതുപോലെ അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ലിറ്ററേച്ചർ ടോപ്പിക്സും ഉണ്ട്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സിലബസിൽ മാറ്റമില്ലാതെ കാണാനായിട്ട് പറ്റും. അപ്പൊ ചെറിയൊരു മാറ്റമായിരിക്കും വരിക, അത് നമ്മൾക്ക് 60 ദിവസം കൊണ്ട് വളരെ എന്താ പറയുക വിത്ത് ഈസ് ഡീൽ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവരും സജ്ജമാണ് ഈ ഒരു 30% മാറ്റത്തെ ഉൾക്കൊള്ളാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെയാണ് PSC അത് അവസാനത്തേക്ക് വെച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. 60 ദിവസം മുമ്പ് 60 ദിവസം കൊണ്ട് നേടാനുള്ളതായിരിക്കാം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാക്കി 70% നിങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, 70% വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം നിങ്ങൾ തുടങ്ങിക്കോളൂ. ഇനി ഈ 120 ഡേയ്സ് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വേണം. നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് സിസ്റ്റമാറ്റിക് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് പറ്റുക. ഇനി ഇന്റൻസീവ് സ്റ്റഡി മാത്രം ഇനി പോരാ, റിവിഷൻ അറ്റ് ദി ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. റിവിഷൻ എത്ര റിവിഷൻ ആണ്? 3 റിവിഷൻ. ഓക്കെ, റിവിഷൻ മസ്റ്റ് ആണ്. ഇവിടെ എന്റെ ആപ്പിൽ ഞാൻ 3 റിവിഷൻ ആണ് കൊടുക്കുന്നത്. 3 റിവിഷൻ, 3 റിവിഷൻ. അത് ലൈവ് ആയിട്ട് വന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുവാണ്. 30 മിനിറ്റിലോട്ട് കംപ്രസ് ചെയ്തുകൊണ്ട് ഓരോ വർക്കിനെയും ലൈവ് ആയിട്ട് വന്ന് റിവൈസ് ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇന്റൻസീവ് സ്റ്റഡി നമ്മളൊരു ടോപ്പിക്കിനെ 2-2.5 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ എടുത്തു പോയിട്ടുണ്ട്. അത് കൂടാതെ ഇന്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷനും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഓരോ ടോപ്പിക്കിലും തറവാണ്. കുറച്ച് ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മളിപ്പോ ആ ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാണെങ്കിൽ അതൊരു ഫൗണ്ടേഷൻ ആണ്, നമ്മളുടെ കോൺഫിഡൻസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. അല്ലാതെ ഒരുപാട് ടോപ്പിക്ക് വാരി വലിച്ച് അവിടെയും ഇവിടെയും, ഇപ്പൊ തന്നെ കഴിഞ്ഞ HSA പോലെയല്ല ഈ HSA. ഒരു സ്റ്റുഡന്റ് വരെ ജോയിൻ ചെയ്യുന്നത് 5 ആപ്പുകളിലായിരിക്കും. ഓക്കെ, 5 ആപ്പുകളിൽ വരെ ഒരേ സമയത്ത് ചേർന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. അത് അവർക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള ആഗ്രഹത്തെ ആണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വളരെ ബുദ്ധിപൂർവം ഈ എക്സാമിനെ നേരിടുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ റിവിഷന് ഫോക്കസ് കൊടുക്കൂ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. ഈ റിവിഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ഫസ്റ്റ് ഫേസ് റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ വെറുതെ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന അനാലിറ്റിക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു റാങ്ക് ലിസ്റ്റിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്. ഫസ്റ്റ് അവര് വന്നു, ഇനി എനിക്ക് ഫസ്റ്റ് ആവണം. ഇതല്ല, ഈ ഒരു മെത്തേഡ് ഏറ്റവും ചീപ്പ് മെത്തേഡ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്ന ആൾക്കാരെ ഒന്നും HSAയുടെ റാങ്ക് ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. അത് അതിലും വലിയൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സംഭവമാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുക, കാര്യങ്ങളൊക്കെ പഠിക്കുക, റിവൈസ് ചെയ്യുക. ഇവിടെ എക്സാമിൽ നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് നിങ്ങൾ തരുമ്പോൾ മറ്റ് സ്റ്റുഡൻസ് എങ്ങനെ ആൻസേഴ്സ് കൊടുക്കുന്നു, അവര് ആൻസേഴ്സ് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അവരുടെ ആൻസേഴ്സ് കണ്ടിട്ട് നമുക്ക് ആ മിസ്റ്റേക്ക് തിരുത്താൻ ലൈവായിട്ട് അവസരം കിട്ടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അത് നിങ്ങളെ ഒരു കാഷ്വൽ ഇന്ററാക്റ്റീവ് സെഷനിലോട്ട് ഇരുത്തിക്കൊണ്ടല്ല, നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് ഇവിടെ യൂസ്ഫുൾ ആവുക. ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുക. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഒട്ടും കണ്ണ് ഓടിക്കാതിരിക്കുക. റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരിക, റാങ്ക് ലിസ്റ്റ് മീൻസ് ഈ പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പറിന്റെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരിക എന്നതല്ല നമ്മളുടെ ഉദ്ദേശം. HSAയുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ആകുക എന്നതാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ പല സ്റ്റുഡൻസും വീഡിയോ ലെക്ചേഴ്സ് ചിലപ്പോഴൊക്കെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വെറുതെ ടൈം വേസ്റ്റ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രം കാണുക, എന്നിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ആപ്പിൽ ഞങ്ങളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടാൽ മതി. പിന്നെ ആവശ്യമുള്ള ഏരിയാസ് മാത്രമാണ് അവർ പിന്നീട് കണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുക. അല്ല നമ്മൾ ഈ പറയില്ല ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക. ഒരു മടിയന്റെ കയ്യിൽ ഒരു കാര്യം കൊടുക്കൂ, ഷോർട്ട് കട്ടിൽ അതെങ്ങനെ ചെയ്യാം എന്ന് അവർ കണ്ടുപിടിച്ചു തരും. അപ്പോൾ അങ്ങനെ ഷോർട്ട് കട്ട്സിലൂടെ എല്ലാവരും പോകുന്ന വഴിയെ പോയിട്ട് കാര്യമില്ലല്ലോ. വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ ഈ ഗ്രൂപ്പ്സ് ഒക്കെ നിങ്ങൾ ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനോ 1-2 ചോദ്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസ്കഷൻ ഒരു ആക്റ്റീവ് ഗ്രൂപ്പ് ആയിട്ട് മാറ്റുക. പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ടാക്കുക.
പിന്നെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രെങ്ത് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് മാറ്റം വരുത്തുക. പിന്നെ ഫോക്കസ് ഓൺ ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹോട്ട് ടോപ്പിക്സ് എന്നത്, ആ രീതിയിൽ ആ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുക. ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്കിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ലൈവ് റിവിഷൻ, അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സ് ആണെങ്കിലും അത് ആക്റ്റീവ് ലേണിംഗിന്റെ ഭാഗമാണ്. കൂടാതെ അങ്ങനെ ഡിസ്കഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും, നിങ്ങൾ എപ്പോഴും ആ ട്രാക്കിൽ ഉണ്ടായിരിക്കും, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജി ടെക്നിക് നിങ്ങൾ കണ്ടെത്തുക. കൂടാതെ ബ്രേക്ക് എടുക്കണം. നമ്മൾ ഈ കിറ്റ്കാറ്റിന്റെ ഒക്കെ പരസ്യത്തിൽ പറയുന്നത് പോലെ ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ്, അല്ലെങ്കിൽ ടേക്ക് എ ബ്രേക്ക് ബിഫോർ യു ബ്രേക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ടേക്ക് ബ്രേക്ക് എടുക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റുക. ആൻഡ് ഓൾവേസ് സ്റ്റേ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പിലായിരിക്കണം, നിങ്ങളുടെ സർക്കിൾ അങ്ങനെ ആയിരിക്കണം. എപ്പോഴും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു ഗൈഡ്, ഒരു മെന്റർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ് എന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെ ഉള്ളൊരു സംഭവമാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ചില സ്റ്റുഡൻസ് 2 PYQs ഉണ്ട്, 2015 2022. ഇത് രണ്ടും വെച്ച് ഇരിക്കുവാണ്. ഓക്കെ, ഈ 2 PYQs ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ, കാണപ്പാഠം പഠിച്ചോളൂ, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചോളൂ. ഓക്കെ, പക്ഷെ ഈ PYQs നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്നതല്ല, അതിലുപരി ഈ PYQ ഭയങ്കര ട്രിക്കി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ. കാരണം HSA എക്സാം, HSAയും HSSTയും 2 നിലവാരത്തിൽ നിൽക്കുന്ന എക്സാം ആണ്. HSSTക്കൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ HSAക്ക് നമ്മൾക്ക് വരികളും അതിന്റെ റൈം സ്കീമും ഇയർ, അപ്പോൾ റിട്ടണും പബ്ലിഷ്ഡും 2 ഇയർ ഉണ്ടെങ്കിൽ കുട്ടിക്ക് കൺഫ്യൂഷൻ ആയി. ഓക്കെ, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു അപ്രോച്ച്, ആ ഒരു രീതിയിൽ വേണം ഈ 2 PYQസിനെയും കാണാൻ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആംഗിൾ, ഈ ബിങ്കോയുടെ ഒക്കെ മാഡ് ആംഗിൾ എന്ന് പറഞ്ഞ പോലെ ആ ഒരു മാഡ് ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് പല കാര്യങ്ങളും ഈ 2 PYQസിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലരൊക്കെ പറയുന്നത് HSA എക്സാം എത്ര ഈസിയാണ്, പക്ഷേ HSA എക്സാം എഴുതി ആ ഹാളിൽ ഇരുന്ന് എഴുതിയവർക്കറിയാം അത് എത്രത്തോളം ടഫ് ആയിരുന്നു എന്ന്. ഓക്കെ, ചിലപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം സിമ്പിൾ ആയിരിക്കാം, പക്ഷെ അത് അവര് തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ട്രിക്കി ആയിട്ട് തന്നെയാണ് HSA എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ബിഗിനേഴ്സിന് അത് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഒക്കെ പഠിച്ചോളൂ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ എക്സാം ഒരു മാഡ് ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അത് നിങ്ങളെ കൺഫ്യൂസ് ആക്കും. അതുകൊണ്ട് തന്നെ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഒരു ഗൈഡൻസോട് കൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇനി 120 ഡേയ്സ് ആണ് അല്ലെ, ഫൈനൽ ലാപ്പിൽ നമ്മൾ എത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി മെന്റർഷിപ്പ് ബാച്ചുകളുടെ ഒക്കെ ഒരു എൻഡ്, അതായത് മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റുക ഒരു ലോങ് ടേം ബാച്ചിനാണ്. അപ്പൊ 120 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലാസ്റ്റ് മെന്റർഷിപ്പ് ബാച്ചിലോട്ടൊക്കെ നമ്മൾ എത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളത് 100 ഡേയ്സ് ആയിട്ട് കാണും. പിന്നെ ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് 75. നമ്മളുടെ നെഞ്ചിടിപ്പൊക്കെ കൂടും. പിന്നെ ക്രാഷ് കോഴ്സസ് മാത്രമേ ഉള്ളൂ. അവിടെ ക്രാഷ് കോഴ്സിൽ ആരൊക്കെ ക്രാഷ് ആകാതെ രക്ഷപ്പെടുമെന്നൊന്നും പറയാനും പറ്റത്തില്ല, അവിടെ ഉറപ്പൊന്നും നൽകാൻ പറ്റില്ല. പിന്നെ പഠിച്ച് ബുദ്ധി എന്താ പറയുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ ചിലപ്പോ ക്രാഷ് കോഴ്സിലും കയറിപ്പോവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ 120 ഡേയ്സിൽ ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ. ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്ന് എടുത്തെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ഈ HSA എന്നത് കൈവിട്ടു പോകും. ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് അടുത്തൊരു, ഇനി HSA ഇല്ല. ഓക്കെ, ഇനി എന്ത് മാറ്റാണ് വരാൻ പോകുന്നത്, ഈ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഉൾപ്പെടുത്താൻ പോകുന്നത്, മെർജിങ് ഒക്കെ വന്നു കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ HSAയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ പറയും. ഓക്കെ, ഇനി എന്താണ് നമ്മളുടെ മീരാസ് ഇംഗ്ലീഷ് ഹബില് കോഴ്സസ് ഏതൊക്കെയാണ് എന്നത് കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
നമ്മൾ HSA ഇംഗ്ലീഷിന്റെ ബേസിക് കോഴ്സ്. ഈ ബേസിക് കോഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എലൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. പക്ഷേ അത് റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുക. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. സ്റ്റഡി പ്ലാൻ വൈസ് ആണ് ക്ലാസ്സസ് അപ്ലോഡ് ആകുക. 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ വൈസ്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ടാകും. അതിൽ നമ്മളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഞാനുമായിട്ട് ഇത് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റിവിഷൻ ഉണ്ടാവില്ല. റിവിഷൻ ബാച്ച് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഈ ഒരു ബേസിക് കോഴ്സ്, അതായത് എലൈറ്റ് ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് റംസാൻ ഓഫർ ഉണ്ട്. 1,999 ഈ ഓഫർ അവൈലബിൾ ആണ്. ഇന്ന് മുതൽ അവൈലബിൾ ആണ്. ഇനി HSA ഇംഗ്ലീഷിന്റെ ഹൈബ്രിഡ് ബാച്ച് 6 ആണ് നമ്മൾ 4,999 ഓഫറിൽ കൊടുക്കുന്നത്. ഈ 4,999 നിങ്ങൾക്ക് അത് 2 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് റംസാൻ ഓഫറിൽ പേ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീമൊന്നും ഇനി കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അറ്റ് ദി ഏർലിയസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ 4,999 നിങ്ങൾക്ക് കിട്ടുക ഏറ്റവും ഹൈബ്രിഡ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് PDF ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. അതുപോലെ അൺലിമിറ്റഡ് MCQs. അൺലിമിറ്റഡ് MCQs എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ആണ്. ഈ കോഴ്സിന്റെ ഹൈലൈറ്റ് ആണ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയും. അതുപോലെ നമ്മുടെ 3+3 റിവിഷന് നമ്മൾ സെപ്പറേറ്റ് ഒരു ബാച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരെ ആ ബാച്ചിലോട്ട് കൂടി ആഡ് ചെയ്യുന്നു. എന്നിട്ട് റിവിഷൻ കൊടുക്കുന്നു. ലൈവ് റിവിഷൻ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിന്റെ താഴെ തന്നെ നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അത് അറ്റംപ്റ്റ് ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അത് വെറും 4,999 ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് പ്രീ ബുക്കിംഗ്, നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ക്വിസ് മാസ്റ്റർ, HSA ഇംഗ്ലീഷ് ക്വിസ് മാസ്റ്റർ, പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്, അതിപ്പോ ഈ ഒരു സ്റ്റേജിലല്ല, നമ്മൾ വെക്കേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് പേപ്പറിലോട്ടൊക്കെ പോകേണ്ടതല്ലോ. അതുകൊണ്ടാണ് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, HSA ഇംഗ്ലീഷ് ക്വിസ് മാസ്റ്റർ പ്രീ ബുക്കിംഗ് ആണ്. നിങ്ങൾക്ക് അവർ ഏർലി ബേർഡ് ഓഫർ, അത് ഞാൻ ഇവിടെ പറയുന്നില്ല, അതെന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രം ഞാൻ ആ ഡീറ്റെയിൽസ് ഈ ഒരു മന്തിൽ നൽകുന്നതായിരിക്കും. നമ്മൾ എന്തായാലും ഏപ്രിൽ ലാസ്റ്റോട് കൂടി ഈ ക്വിസ് മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എത്ര സ്റ്റുഡൻസിന് അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കൂടി അറിയാനായിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു കാര്യം കൂടി ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ബാച്ചസ് ആണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല കേരളത്തിൽ ഇന്ന് HSA ഇംഗ്ലീഷിന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെ ഇതിലൂടെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ് കോംപ്രിഹെൻസീവ് ആണ്. മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡിഫിക്കൽറ്റി നേരിടുന്ന ഒരു കുട്ടി പോലും എൻ്റെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് സിംപ്ലിഫൈ ചെയ്ത് പഠിച്ചെടുത്തിട്ടുണ്ടാവും. ഈ ഉറപ്പ് ഞാൻ എല്ലാ കുട്ടികൾക്കും, HSA ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നൽകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ടോപ്പ് 6, ഞാൻ 3+3 ടോപ്പ് 6 എന്നുള്ള രീതിയിലാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഒരു ടോപ്പ് 6-നുള്ളിൽ വരാനായിട്ട് ഓരോ ജില്ലയിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് ദി ഏർലിയസ്റ്റ് ഈ ബാച്ചസിൽ ജോയിൻ ചെയ്യുക. ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആപ്പിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ക്വസ്റ്റ്യൻസ്, ഒരുപാട് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഡിസിഷൻ എടുക്കാനായിട്ട് ഹാംലെറ്റിനെ പോലെ നിങ്ങൾ മാറ്റിവെച്ച് ഇനി ഇരിക്കാനായിട്ടുള്ള സമയമില്ല. 120 ഡേയ്സ് ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത വർഷം ഈ സമയം നിങ്ങൾക്ക് ഈ ഡേയ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ അടുത്ത വർഷം ഒരു ലിസ്റ്റിൽ ടോപ്പിൽ തന്നെ നിങ്ങളുടെ പേര് കാണാനായിട്ട് സാധിക്കുന്നതാണ്. HSA ഇംഗ്ലീഷിന്റെ റാങ്ക് ലിസ്റ്റിൽ ജില്ലകൾ, ഓരോ ജില്ലയിലും ടോപ്പ് റാങ്കർ ആയിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും HSA ഇംഗ്ലീഷിൽ ടോപ്പ് റാങ്ക് നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.